മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 2, 3, 9 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമാക്കാത്ത അവസ്ഥയിലായിരിക്കുന്നത്. മഴ പെയ്താൽ റോഡ് ചെളിക്കുണ്ടായി മാറും. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് 2, 3, 9 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. നേതാക്കളായ KU സണ്ണി, സിജി ജാക്സൺ, PC ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത്, സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, PV കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ്, സൈബുനീസ ഷറഫു, രജിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നായ റോഡാണ് നമ്മുടെ ഈ വെള്ളറക്കാട് വലിയ പള്ളിയുടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കല്യാണിക്കുന്ന് വരെയുള്ള റോഡ്. അതിൽ ഏറെ കാലമായി 5 വർഷത്തോളമായി ഇപ്പോൾ വളരെ അങ്ങേറ്റം ദുരിതത്തിലാണ് ജനങ്ങൾ ഇവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും. ഇതിൽ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഈ റോഡ് ABA അതുപോലെ ബെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ക്രഷറുകളാണ് ഇതിവിടെ ടാർ ചെയ്തിരുന്നതും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് വർക്ക് നടത്തിയിരുന്നതും. അത് നിർത്തിപ്പോയതിനു ശേഷം ഈ റോഡ് സ്ഥിതി എന്താണെന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ആഘോഷിക്കുന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് CPM ഭരിക്കുന്ന LDF ഭരിക്കുന്ന ഭരണാധികാരികളും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇന്നേ വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ വെയില് ഈ ചൂട്ടത്തും ഈ ഇതിനെ സഞ്ചരിക്കുമ്പോൾ പൊടിപടലങ്ങളാൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് ഇനി മഴ വന്നാലും ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ. എന്തായാലും 2 സൈഡും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ചാല് കീറി അവിടെ പൈപ്പ് ഇടാനാ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള പണി ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഉദ്ഘാടനങ്ങൾ കൊട്ടി ആഘോഷിച്ച് നടക്കുകയാണ്. ഇത് സഞ്ചാരയോഗ്യമാക്കാതെ ഇതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോവില്ല എന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.